ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എന്താ ഉണ്ടാക്കാൻ പോകണം അറിയോ? ക്യാരറ്റ് വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ഉണ്ടാക്കി പകുതിയൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഞാൻ ഇപ്പം തന്നെ പറഞ്ഞില്ല, പറഞ്ഞാൽ അതിൻ്റെ ഒരു രസം പോലെ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകണം അറിയോ? ഈ ക്യാരറ്റിനെ നല്ലപോലെ തോലൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് പുഴുങ്ങി കൊണ്ടുവരും. അപ്പോൾ അത് ചെയ്യാൻ പോവാണേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്യാരറ്റ് കേട്ടോ നല്ലപോലെ പുഴുങ്ങി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ക്യാരറ്റിന് നമ്മൾ മിക്സിൻ്റെ ജാറിലിടുകയാണേ. ഈ മിക്സിൻ്റെ ജാറിൽ നമ്മൾ ക്യാരറ്റിനോട് കൂടി വേറെ കുറച്ച് സംഭവങ്ങളൂടി ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ചേർക്കാൻ വേണ്ടത് ഒരു 8-10 അല്ലി വെളുത്തുള്ളി കേട്ടോ. അതിന് ശേഷം നമ്മൾ കാശ്മീരി മുളക് പൊടി ചെറിയൊരു സ്പൂണ് ചേർത്തു, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂടിയിട്ട് നമ്മൾ നല്ലപോലെ മിക്സിയിൽ അടിപൊളിയാക്കിയിട്ട് അരച്ചുകൊണ്ടിരണം. അപ്പോൾ അത് ചെയ്യാൻ പോവാണ്. ഞാൻ വേഗം അരച്ച് കൊണ്ടുവന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ക്യാരറ്റിനെ ഞാൻ നല്ലപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇതേപോലെ നല്ലപോലെ അരക്കണം കേട്ടോ. ഇതിവിടെ മാറ്റി വെക്കട്ടോ. നമുക്ക് ഇനി ചെയ്യാൻ പോകണം എന്താ വെച്ചാൽ ഇതിക്ക് കുറച്ച് പൊടികളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ആ പൊടികളൊക്കെ എത്ര എടുക്കേണ്ടത് എങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കണം. അപ്പോൾ നമ്മൾ എടുത്ത പാത്രത്തേക്ക് നമ്മൾ 2 കപ്പ് അരിപ്പൊടി ഇടാൻ പോവാണ്. വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കണേറ്റാൽ ഈ അരിപ്പൊടിക്ക് നമ്മൾ 1 കപ്പ് കടലപ്പൊടി ഇടാണേ. ഇനി ഇത്തിരി നല്ല ജീരകം, പിന്നെ ഇത്തിരി എള്ള്. ഉപ്പ് നമ്മൾ ക്യാരറ്റിൻ്റെ മിക്സിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിക്ക് ലേശം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇത്തിരി മതി കേട്ടോ. നമ്മൾ ചേർക്കാൻ പോകുന്നത് കായപ്പൊടിയാണ്. ഒരു 1/2 സ്പൂണ് കായപ്പൊടിയും ചേർത്തു. എന്നിട്ട് ഇതിനെ നല്ലപോലെ കൈകൊണ്ട് മിക്സാക്കി വെക്കുക. ഈ പൊടിക്കാണ് നമ്മൾ ആദ്യം അരച്ച് വെച്ച ഈ ക്യാരറ്റിൻ്റെ ഈ ജ്യൂസ് ചേർക്കാൻ പോകണം കേട്ടോ. അപ്പോൾ കുറച്ച് ചേർത്തിട്ട് നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. നല്ലപോലെ കുഴയ്ക്കുക. ഇപ്പോൾ കുറച്ചുകൂടി ചേർക്കണേ. അപ്പോൾ നമ്മളെ മാവ് കണ്ടില്ലേ? ഈ ഒരു പാകം ആവണത് വരെ കുഴക്കണം കേട്ടോ. അപ്പോൾ ആ ക്യാരറ്റ് നമ്മൾ അരച്ച് കൊണ്ടുപോകുന്നതിൽ വെള്ളം കുറച്ച് കുറവാണെങ്കിൽ ഇത്തിരി വെള്ളമൊക്കെ കൂട്ടിയിട്ട് കുഴച്ചെടുത്താൽ മതി. ഉണ്ടോ? ഇങ്ങനെ. എന്നിട്ട് നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ആക്കിയിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുക. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ നമ്മളെ മാവിനെ നല്ലപോലെ ഉരുട്ടി നമ്മളൊരു ബോൾ പോലെ ആക്കിയിട്ടില്ലേ? ഇനി ഇതിവിടെ നിൽക്കട്ടെ കേട്ടോ കുറച്ച് നേരം. നമ്മളെന്താ ചെയ്യാൻ പോകണം അറിയോ? നമ്മളൊരു പാത്രം വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കണം. അപ്പോൾ അത് ചെയ്യാം കേട്ടോ. പാത്രം വെച്ചെടുക്കണേ. ഇപ്പം എനിക്ക് മനസ്സിലായിണ്ടാവുമോ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോണേന്ന്? നമ്മൾ ഉണ്ടാക്കാൻ പോണേ നല്ലൊരു നുറുക്കണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ നമുക്ക് വേഗം ഈ പാത്രം ചൂടായിട്ടുണ്ട്. വേഗം അതിക്ക് വേണ്ട ഓയിൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ എണ്ണ അവിടെ കിടന്ന് ചൂടാവട്ടെ. പൊളിക്ക് നമ്മളെ സംഭവം ഞാൻ കാണിച്ചു തരാം. നമ്മൾ നൂൽപുട്ടിൻ്റെ അച്ചാട്ടോ. അപ്പോൾ അച്ച നമ്മൾ മാറ്റിയിട്ടിട്ട് ഈ സ്റ്റാർ ഇതിലിടുക. എല്ലാവരും വീട്ടിലില്ലേ? അപ്പോൾ സ്റ്റാർ ഇതിലിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇത്തിരി വെളിച്ചെണ്ണ തടവണം കേട്ടോ. നമുക്കിങ്ങനെ ഇങ്ങനെ പീച്ചാനൊരു എളുപ്പമുണ്ടാവും. അപ്പോൾ അത് ചെയ്യട്ടെ. നല്ലപോലെ ഓയിലൊക്കെ തടവി വെച്ചു. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചാൽ ആ മാവ് ഇതിൽ ഇടട്ടോ. നമ്മൾ ഈ മാവിന്ന് ലേശം എടുത്തിട്ട് നമ്മൾ ഈ നൂൽപുട്ടിൻ്റെ അച്ചയ്ക്ക് ഇറക്കി കൊടുക്കട്ടോ. അപ്പോൾ നമ്മളിത് നേരിട്ട് എണ്ണയ്ക്ക് ആക്കണില്ല കേട്ടോ. അതേപോലെ ഒരു പാത്രത്തേക്ക് വൃത്തിയിൽ ചുറ്റി വയ്ക്കാൻ പോവുകയാണേ. അപ്പോൾ അത് ചെയ്യാം. നമ്മൾ ചൂടായ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അയ്യോ പൊട്ടി. ഇങ്ങനെ ചെറിയ ചൂടിൽ തിരിച്ച് മറിച്ചിട്ട് ഇങ്ങനെ വേവിക്കട്ടോ. ഇപ്പം നമ്മൾ നുറുക്കതാ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതൊരു പാത്രത്തേക്ക് മാറ്റാം കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വലുതൊക്കെ ആക്കട്ടോ. ഞാൻ അപ്പോൾ ഇതിങ്ങനെ ഒരു ഇത്രയും ഒരു അളവിലാണ് ഉണ്ടാക്കണുള്ളൂ.
അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ രണ്ടാമത്തെ നുറുക്കൾ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് വാങ്ങണേ. നല്ല ഈസിയാണ് കേട്ടോ, പെട്ടെന്ന് വേവും. തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ, കൂടുതൽ തീ ആയാൽ പെട്ടെന്ന് കരിയും. ഇനി ഇതിങ്ങനെ ചുറ്റുക, വെളിച്ചെണ്ണയ്ക്ക് ഇട്ടുക, പൊരിക്കുക, എടുക്കുക, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദാ നമ്മളെ ക്യാരറ്റ് നുറുക്ക് നല്ല പോലെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ. ഓ നല്ല സൗണ്ട് ഉണ്ടല്ലേ, കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ. അതേപോലെ തന്നെ കേട്ടോ, കഴിക്കാനും നല്ല രസമുണ്ട്. ക്രിസ്പി ആയിട്ടില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കണ ആ ഒരു ക്രിസ്പിനെസ്സൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ടേസ്റ്റാണ്. അതായത് ഇതിൽ ക്യാരറ്റൊക്കെയാണല്ലോ ചേർത്തത്. അപ്പോൾ നല്ല ക്യാരറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് വേറെ പ്രത്യേകമുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ക്യാരറ്റ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. സൂപ്പർ. അപ്പോൾ നമുക്ക് കുട്ടികൾ അവിടെ കണ്ട് അവർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ എനിക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ, നമ്മളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നെങ്കിൽ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണം. എന്നാലും ഓലൊക്കെ കണ്ടുണ്ടാക്കട്ടെ അല്ലേ. അതുപോലെ നമ്മളെ ചാനൽ ചിരുള്ളി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ട് കൊടുക്കണം. എന്നാലാണ് നമ്മൾ പറഞ്ഞാൽ ഇതേപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതേപോലത്തെ നല്ല അടിപൊളി വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ. മക്കളെ, അച്ചു എവിടെ പോയല്ലോ? അച്ചുട്ടിയേ വരി. ഓലൊക്കെ അപ്പുറത്തേക്ക് കളിക്കാൻ പോയതാണ്. നമുക്ക് ഓൽക്ക് ഇങ്ങനെ കൊടുക്കാം. ഇതെന്താ സാധനം? കണ്ടിട്ട് നുറുക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ട്? മിത്തിട്ട വലുതൊക്കെ എടുത്തല്ലോ. എടുത്തോളി. എന്തെല്ലാരും ഇങ്ങനെ കറുമുറും പറ്റുണ്ടോ? അടിപൊളിയായോ? നിങ്ങളെന്താ ഇങ്ങനെ കഥക്കിന്? എവിടെയായിരുന്നു കളിക്കുന്നു? എന്ത് കളി കളിക്കണേ? കളിക്കുന്നു? അതെ, കിച്ചുവാ ആണോ? താങ്ക് യു. ഇപ്പം ഇഷ്ടമായി നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ? എല്ലാവർക്കും അടിപൊളിയാണ് കറി. ടേസ്റ്റ് ഉണ്ട് കറി എല്ലാവരോടും.